Hello students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 11th lecture on Environmental Studies. This lecture is based on Industry and Environment, which is the third module in the subject Environmental Studies for Semester 1 students of BCom. In previous lecture, we were discussing about marine pollution. And in this lecture, we are going to continue with the same topic, that is marine pollution. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ മറൈൻ പൊല്യൂഷൻ്റെ കൺട്രോൾ മെഷേഴ്സാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഈസ് പൊല്യൂഷൻ ഡ്യൂ ടു ഓയിൽ. Oil pollution of the sea normally attracts the greatest attention because of its visibility. There are several sources through which the oil can reach the sea. Pollution due to oil is normally visible in the sea. So, because of this visibility, it attracts the greatest attention. ഓയിൽ കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ ഇൻ ദ സീ അത് നോർമലി വിസിബിൾ ആണ്, അതുകൊണ്ട് തന്നെ അതിന് ഗ്രേറ്റസ്റ്റ് അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യുവാനും കഴിയുന്നു. പല സോഴ്സസിൽ നിന്നും ഓയിൽ സീയിലേക്ക് എത്തുന്നു. നെക്സ്റ്റ് ഇസ് ടാങ്കർ ഓപ്പറേഷൻസ്. ഹാഫ് ദ വേൾഡ് പ്രൊഡക്ഷൻ ഓഫ് ക്രൂഡ് ഓയിൽ വിച്ച് ഇസ് ക്ലോസ് ടു 3 billion tons എ ഇയർ ഇസ് ട്രാൻസ്പോർട്ടഡ് ബൈ സീ. ലോകത്തിലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ്റെ ഹാഫ് വിച്ച് ഇസ് ക്ലോസ് ടു 3 billion tons എ ഇയർ അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സീ വഴിയാണ്. ആഫ്റ്റർ എ ടാങ്കർ ഹാസ് അൺലോഡഡ് ഇറ്റ്സ് കാർഗോ ഓഫ് ഓയിൽ, ഇറ്റ് ഹാസ് ടു ടേക്ക് ഓൺ സീ വാട്ടർ ആസ് ബലാസ്റ്റ് ഫോർ ദ റിട്ടേൺ ജേർണി. ഒരു ടാങ്കർ അതിൻ്റെ കാർഗോ ഓഫ് ഓയിൽ അൺലോഡ് ചെയ്തതിന് ശേഷം ഒരു ഹെവി മെറ്റീരിയൽ ആയിട്ട് തന്നെ റിട്ടേൺ ജേർണിക്കായിട്ട് ഇറ്റ് ഹാസ് ടു ടേക്ക് ഓൺ സീ വാട്ടർ. This ballast water is stored in the cargo compartments that previously contained the oil. ഈ ബാലസ്റ്റ് വാട്ടർ പ്രീവിയസ്ലി ഓയിൽ കണ്ടെയ്ൻ ചെയ്തിരുന്ന കാർഗോ കമ്പാർട്ട്മെൻറ്റ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്. During the unloading of the cargo, a certain amount of oil remains clinging to the walls of the container, and this may amount to 800 tons in a 2 lakh ton tanker. അതായത് കാർഗോയുടെ അൺലോഡിങ് ടൈമിൽ ഒരു certain amount of oil it will cling to the walls of the container, and ഈ certain amount of oil 2 lakh ton ടാങ്കറിൽ 800 tons ആകാം. The ballast water thus becomes contaminated with this oil, and ഈ ballast water ഇങ്ങനെ ഓയിലുമായിട്ട് കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നു. When a fresh cargo of oil is to be loaded, these compartments are cleaned with water which discharges the dirty ballast along with the oil into the sea. അതായത് ഒരു ഫ്രഷ് കാർഗോ ലോഡ് ചെയ്യുമ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റ്സ് ക്ലീൻ ചെയ്യും വാട്ടർ യൂസ് ചെയ്ത്. അങ്ങനെ ഈ ഡേർട്ടി ബാലസ്റ്റ് ഓയിലിനോടൊപ്പം സീയിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദർ ആർ 2 techniques that have substantially reduced this oil pollution. First one is load on top system. In the load on top system, the compartments are cleaned by high pressure jets of water. ലോഡ് ഓൺ ടോപ്പ് സിസ്റ്റത്തിൽ കമ്പാർട്ട്മെൻറ്റ്സ് ക്ലീൻ ചെയ്യുന്നത് ഹൈ പ്രഷർ ജെറ്റ്സ് ഓഫ് വാട്ടർ യൂസ് ചെയ്താണ്. ദ ഓയിലി വാട്ടർ ഈസ് റീറ്റെയിൻഡ് ഇൻ ദ കമ്പാർട്ട്മെൻറ്റ് അണ്ടിൽ ദ ഓയിൽ ഫ്ലോട്ട്സ് ടു ദ ടോപ്പ്. അതായത് ഈ ഓയിലി വാട്ടർ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഓയിൽ ടോപ്പിൽ ഫ്ലോട്ട് ചെയ്യുന്നത് വരെ റീറ്റെയിൻ ചെയ്യുന്നു. ദ വാട്ടർ അണ്ടർനീത്ത് ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി എ ലിറ്റിൽ ഓയിൽ is then discharged into the sea, and the oil is transferred to a slope tank. വാട്ടർ അണ്ടർനീത്ത് അത് ലിറ്റിൽ ഓയിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്, അത് സീയിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു, ആൻഡ് ഓയിൽ സ്ലോപ്പ് ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അറ്റ് ദ ലോഡിംഗ് ടെർമിനൽ ഫ്രഷ് ഓയിൽ ഈസ് ലോഡഡ് ഓൺ ടോപ്പ് ഓഫ് ദ ഓയിൽ ഇൻ ദ ടാങ്ക്, ആൻഡ് ഹെൻസ് ദ നെയിം ഓഫ് ദ ടെക്നിക്. അതായത് ലോഡിംഗ് ടെർമിനലിൽ വെച്ചിട്ട് ടാങ്കിൻ്റെ ഓയിലിൻ്റെ ടോപ്പിൽ ഫ്രഷ് ഓയിൽ ലോഡ് ചെയ്യുന്നു, ആൻഡ് ഹെൻസ് ദ നെയിം ഓഫ് ദ ടെക്നിക്. ഇൻ ദ സെക്കൻഡ് മെത്തേഡ് കോൾഡ് ക്രൂഡ് ഓയിൽ വാഷിംഗ്. The second method is crude oil washing. The clingage is removed by jets of crude oil while the cargo is being unloaded. Crude oil washingil clingage remove ചെയ്യുന്നത് by jets of crude oil, and cargoയിൽ ആണെങ്കിൽ അത് അൺലോഡ് ചെയ്യുകയായിരുന്നു. ബട്ട് ഇവിടെ clingage remove ചെയ്യുന്നത് by jets of crude oil. Some modern tankers have segregated ballast where the ballast water does not come in contact with the oil. അതായത് സം മോഡേൺ ടാങ്കേഴ്സ് അത് ബാലസ്റ്റിനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു, അങ്ങനെ ബാലസ്റ്റ് വാട്ടർ ഓയിലുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നില്ല. ദസ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദീസ് ന്യൂ മെത്തേഡ്സ് ഓഫ് ഡീബലാസ്റ്റിംഗ്, ദ എമൗണ്ട് ഓഫ് ഓയിൽ എൻറ്ററിങ് ദ സീ ഹാസ് ബീൻ കൺസിഡറബിളി റെഡ്യൂസ്ഡ്. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് ദീസ് ന്യൂ മെത്തേഡ്സ് ഓഫ് ഡീബലാസ്റ്റിംഗ് വഴി സീയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഓയിലിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ഡ്രൈ ഡോക്കിംഗ്.
All ships need periodic dry docking for servicing, repairs, ക്ലീനിങ് ദ ഹൾ എക്സെട്ര. അതായത് എല്ലാ ഷിപ്പിനും പീരിയോഡിക്കലി ഡ്രൈ ഡോക്കിങ് നീഡഡ് ആണെങ്കിൽ മാത്രമേ സർവീസിങ്, റിപ്പയേഴ്സ്, ക്ലീനിങ് ദ ഹൾ ഈ ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റൂ. ഡ്യൂറിങ് ദിസ് പീരീഡ് വെൻ ദ കാർഗോ കമ്പാർട്ട്മെൻറ്റ്സ് ആർ ടു ബി കംപ്ലീറ്റ്ലി എംപ്റ്റൈഡ്, റെസിജ്വൽ ഓയിൽ ഫൈൻഡ്സ് ഇറ്റ്സ് വേ ഇൻ ടു ദ സീ. ഈ ഒരു പീരീഡിൽ കാർഗോ കമ്പാർട്ട്മെൻറ്റ്സ് കംപ്ലീറ്റ്ലി എംപ്റ്റി ആക്കുമ്പോൾ റെസിജ്വൽ ഓയിൽ അത് സീയിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വൺ ഇസ് ടാങ്കർ ആക്സിഡൻറ്റ്സ്. എ ലാർജ് നമ്പർ ഓഫ് ഓയിൽ ടാങ്കർ ആക്സിഡൻറ്റ്സ് ഹാപ്പൺ എവറി ഇയർ. ഇറ്റ് ഈസ് എ മേജർ സോഴ്സ് ഓഫ് ഓയിൽ സ്പിൽസ് വിച്ച് വിൽ റിസൾട്ട് ഇൻ വൈഡ് സ്പ്രെഡ് ഓയിൽ പൊല്യൂഷൻ. ഓരോ വർഷവും ലാർജ് നമ്പർ ഓഫ് ഓയിൽ ടാങ്കർ ആക്സിഡൻറ്റ്സ് ആണ് സംഭവിക്കുന്നത്. ഇത് ഓയിൽ സ്പിൽസിൻ്റെ ഒരു മേജർ സോഴ്സാണ് ആൻഡ് അത് വൈഡ് സ്പ്രെഡ് ഓയിൽ പൊല്യൂഷന് കാരണമാകുന്നു. നെക്സ്റ്റ് ഇസ് ഓഫ് ഷോർ ഓയിൽ പ്രൊഡക്ഷൻ. Oil that is extracted from the seabed contains some water. Even after it is passed through oil separators, the water that is discharged contains some oil which adds to marine pollution. അതായത് സീബെഡിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിലിൽ കുറച്ച് വാട്ടർ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് അത് ഓയിൽ സെപ്പറേറ്റേഴ്സിലൂടെ പാസ് ചെയ്തു കഴിഞ്ഞാൽ പോലും ഈ ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടറിൽ ഓയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും ആൻഡ് ഇറ്റ് വിൽ ആഡ് ടു മറൈൻ പൊല്യൂഷൻ. Drilling muds which are pumped down oil wells when it is being drilled normally contain 70 to 80% of oil. അതായത് ഓയിൽ വെൽസ് പമ്പ് ഡൗൺ ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഡ്രില്ലിംഗ് മഡ്സ് അത് ഡ്രില്ല് ചെയ്യുമ്പോൾ 70 to 80% ഓഫ് ഓയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. They are dumped on the seabed beneath the platform, thus heavily contaminating the water. And ഇത് ഡംപ് ചെയ്യുന്നത് സീബെഡ് beneath the platform and അത് വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു. Uncontrolled release of oil from the wells can be catastrophic events resulting in oil pollution. ഈ വെൽസിൽ നിന്നുമുള്ള ഓയിലിൻ്റെ റിലീസ് അത് സഡൻ ഗ്രേറ്റ് ഡാമേജ് ഉണ്ടാക്കുന്നതും ഓയിൽ പൊല്യൂഷനിൽ റിസൾട്ട് ചെയ്യുന്നതുമായ ഇവൻറ്റ്സ് ആണ്. Hope you all understand about marine pollution. Thank you.